ലോകരാഷ്ട്രങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് ഭൂപടങ്ങൾ മാറ്റിവരയ്ക്കാനുമുള്ള അമേരിക്കയുടെ കാലം കഴിഞ്ഞുവെന്ന ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവിന്റെ പ്രസ്താവന ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ദിശാബോധത്തിന്റെ തുടക്കമാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇറാനെ ഉപരോധങ്ങൾ കൊണ്ടും ഭീഷണികൾ കൊണ്ടും തളയ്ക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ നയതന്ത്ര സൈനിക കരുത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ദശകങ്ങളായി ലോകത്തെ ഏതു ഭാഗത്തും ഇടപെടാനും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്താനും അമേരിക്കയ്ക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യം മാറി. ഇറാൻ ഒരു പ്രാദേശിക ശക്തി എന്ന നിലയിൽ നിന്ന് മാറി ഒരു ആഗോള നയതന്ത്ര ശക്തിയായി ഉയർന്നിരിക്കുന്നു. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പല നിർദ്ദേശങ്ങളെയും തള്ളാനുള്ള ആർജവം ഇറാൻ കാണിക്കുന്നത് അവരുടെ തദ്ദേശീയമായ കരുത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം സത്യത്തിൽ അമേരിക്കയെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഇറാനെതിരെയുള്ള ട്രംപിന്റെ ധിക്കാരപരമായ സമീപനം മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് പകരം കൂടുതൽ സംഘർഷങ്ങൾക്കാണ് വഴി തുറന്നതും. സമാധാനത്തോടുള്ള അമേരിക്കയുടെ ഭയമാണ് ഇറാന്റെ ഓരോ ന്യായമായ നിർദ്ദേശങ്ങളെയും തള്ളിക്കളയുന്നതിലൂടെ വെളിപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് ഇറാൻ മുന്നോട്ട് വെച്ച 3 പോയിന്റ് പദ്ധതി ലോകം വലിയ താല്പര്യത്തോടെയാണ് കണ്ടത്. എന്നാൽ സമാധാനത്തെക്കാൾ ഉപരിയായി ഇറാന്റെ തകർച്ച ആഗ്രഹിക്കുന്ന അമേരിക്ക ഈ പദ്ധതിയെ അംഗീകരിക്കാൻ തയ്യാറായില്ല. പദ്ധതിയുടെ 3 പ്രധാന ഘട്ടങ്ങൾ ഇവയായിരുന്നു. മേഖലയിൽ നിലനിൽക്കുന്ന എല്ലാ സൈനിക നീക്കങ്ങളും പ്രകോപനങ്ങളും അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കയുടെ അനധികൃത നാവിക ഉപരോധം നീക്കി കപ്പൽ പാതകൾ സ്വതന്ത്രമാക്കുക, മേഖലയിൽ സമാധാനവും സാമ്പത്തിക സുരക്ഷയും ഉറപ്പായ ശേഷം മാത്രം ആണവ വിഷയത്തിൽ ചർച്ചകൾ ആരംഭിക്കുക. ഈ പദ്ധതി തികച്ചും യുക്തിഭദ്രമാണ്. എന്നാൽ ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ആഗ്രഹിക്കുന്നത് ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ ഇറാന്റെ ആണവ പദ്ധതികളെ തടയാനും അവരെ സമ്മർദ്ദത്തിലാക്കാനുമാണ്. ഇത് ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി മാത്രമേ കാണാൻ കഴിയൂ. നയതന്ത്ര യുദ്ധക്കളത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത്. UN ആണവ നിർവ്യാപന ഉടമ്പടി സമ്മേളനത്തിൽ 34 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി ഇറാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിന് മികച്ച ഉദാഹരണമാണ്. ഓസ്ട്രേലിയയും ജർമ്മനിയും അടക്കമുള്ള സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് അമേരിക്ക ഈ തിരഞ്ഞെടുപ്പിനെ എതിർത്തുവെങ്കിലും ലോകരാഷ്ട്രങ്ങളുടെ ഭൂരിപക്ഷ പിന്തുണയോടെ ഇറാൻ വിജയിച്ചു. ഇത് അമേരിക്കയുടെ ആഗോള സ്വാധീനം ഇടിഞ്ഞതിന്റെ തെളിവാണ്. കൂടാതെ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഇറാന്റെ സജീവ സാന്നിധ്യം റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ഒരു പുതിയ ശക്തിശേരി രൂപപ്പെടുന്നതിനും കാരണമായി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ച ട്രംപ് ഭരണകൂടത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളും ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നത് അമേരിക്കയെ മേഖലയിൽ നിസ്സഹായരാക്കുന്നു. ലോകത്തിലെ മൊത്തം എണ്ണ നീക്കത്തിന്റെ 20% നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഈ പാതയുടെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണെന്നത് അമേരിക്ക എപ്പോഴും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. കടലിടുക്കിൽ അമേരിക്ക നടത്തുന്നത് വെറും കടൽക്കൊള്ളയാണെന്ന് ഇറാൻ ആഗോള വേദിയിൽ തുറന്നടിച്ചു. തങ്ങളുടെ എണ്ണക്കപ്പലുകൾ നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുന്ന അമേരിക്കൻ നടപടി ഇറാൻ ശക്തമായി പ്രതിരോധിക്കുന്നു. നേരത്തെ ഇസ്രയേലും അമേരിക്കയും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ മറുപടിയായി ഇറാൻ കടലിടുക്ക് അടച്ചിരുന്നു. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും കാരണമായി. പ്രതിദിനം 100-ലധികം കപ്പലുകൾ കടന്നുപോയിരുന്ന ഈ പാതയിൽ നിന്ന് ഗതാഗതം ഗണ്യമായി കുറഞ്ഞിരുന്നു. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം ആഗോള വിപണിയിൽ പ്രതിസന്ധിയിലാകുമ്പോൾ വിവേകപൂർണമായ തീരുമാനം എടുക്കുന്നതിന് പകരം സൈനിക ഭീഷണി മുഴക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. തങ്ങളുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ മറ്റ് സ്വതന്ത്ര രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ ഇറാൻ തയ്യാറാണെന്ന പ്രഖ്യാപനം സൈനിക രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തും. അമേരിക്കയുടെ ആയുധ കച്ചവടത്തിന് ഇത് വലിയ ഭീഷണിയാണ് നൽകുന്നത്. റഷ്യയും ചൈനയും ഇറാന്റെ ആയുധ വിദ്യകളിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നത് അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നു. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തെ മറികടക്കാൻ ഇറാൻ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയുണ്ട്. പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് നൽകിയ സന്ദേശങ്ങളിൽ ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ആണവ പദ്ധതിയിൽ വിട്ടുവീഴ്ചയില്ല, എന്നാൽ സമാധാനത്തിന് തയ്യാറാണ്. ഈ ആത്മവിശ്വാസം അമേരിക്കയുടെ മാക്സിമം പ്രഷർ തന്ത്രം പരാജയപ്പെട്ടുവെന്ന് വിളംബരം ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപും മാർക്കോ റൂബിയോയും ഇറാനെതിരെ നടത്തുന്ന പ്രസ്താവനകൾ പലപ്പോഴും വെറും വീരവാദം മാത്രമായി ഒതുങ്ങുകയാണ്. ഇറാനെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന റൂബിയോയുടെ വാക്കുകൾ അവരുടെ നിസ്സഹായ അവസ്ഥയുടെ പ്രതിഫലനമാണ് കാണിക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാമെന്ന് അവർ കരുതിയെങ്കിലും ബദൽ വിപണികൾ കണ്ടെത്തി ഇറാൻ അതിനെ അതിജീവിച്ചു. ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പശ്ചിമേഷ്യ മൊത്തം യുദ്ധത്തിലേക്ക് തള്ളിവിടാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഇറാൻ സ്വന്തം മണ്ണിൽ നിർമ്മിച്ചെടുത്ത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഏതൊരു വൻശക്തിയെയും ഭയപ്പെടുത്തുന്നതാണ്. സ്വന്തം സൈനികരെയും പൗരന്മാരെയും അപകടത്തിലാക്കി ട്രംപ് നടത്തുന്ന ഈ കളി തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണ്. ഉപരോധങ്ങൾ കൊണ്ടോ കടലിലെ പടക്കപ്പലുകൾ കൊണ്ടോ ഇറാന്റെ ഇച്ഛാശക്തിയെ തകർക്കാൻ കഴിയില്ലെന്ന് ചരിത്രം വീണ്ടും തെളിയിക്കുന്നു. അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന്റെ കാലം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ആധിപത്യം ഒരു യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നത് ലോക സമാധാനത്തിനും ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇറാന്റെ മാസായ തന്ത്രങ്ങൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മുന്നിൽ ട്രംപ് ഭരണകൂടത്തിന് അടിയറവ് പറയേണ്ടി വരുമെന്നതും ഒരു സത്യമാണ്.
സമാധാനത്തിനായുള്ള ഇറാന്റെ വാതിലുകൾ ഇപ്പോഴും തുറന്നു തന്നെ ഇരിക്കുന്നു. എന്നാൽ അത് അവരുടെ പരമാധികാരം പണയം വെച്ചുകൊണ്ടല്ല. അമേരിക്ക തങ്ങളുടെ ധിക്കാരം വെടിഞ്ഞ് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മാത്രമേ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം പുലരുകയുള്ളൂ. അമേരിക്കയുടെ അഹങ്കാരത്തിന് മേൽ ഇറാൻ വീഴ്ത്തിയ ഈ കരിനിഴൽ പുതിയൊരു ലോകക്രമത്തിന്റെ പ്രകാശമാണ് പരത്തുന്നത്. ഒരു രാഷ്ട്രത്തിനും മറ്റൊരു രാഷ്ട്രത്തിനു മേൽ അധികാരം സ്ഥാപിക്കാൻ അവകാശമില്ലെന്ന പാഠമാണ് ഇറാൻ ഇന്ന് അമേരിക്കയെ പഠിപ്പിക്കുന്നത്. ഈ വിവരം ഇറാന്റെ നയതന്ത്ര കരുത്തിനെയും അമേരിക്കയുടെ തകർന്നുകൊണ്ടിരിക്കുന്ന ആധിപത്യത്തെയും കുറിച്ച് വ്യക്തമായ ചിത്രവും നൽകുന്നുണ്ട്. സംഘർഷങ്ങൾക്കിടയിലും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഇറാന്റെ ശൈലി ആഗോള രാഷ്ട്രീയത്തിൽ ഒരു വലിയ പാഠപുസ്തകമാണ്.